വെൽക്കം ബാക്ക് ടു സൺഫീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ബട്ടർ സ്കോച്ച് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സൺഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഞൊടിയിടയിൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് കാരമലൈസ് ആയി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതുപോലൊരു തവിയോ സ്പൂണോ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുപോലെ ഞാനിത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഐ ഫ്ലെയിമിലിട്ടാണ് കാരമലൈസ് ചെയ്തെടുക്കുന്നത്. നിങ്ങളും ഇതുപോലെ ഐ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കാരമലൈസ് ആയി കിട്ടും. നമ്മുടെ ഷുഗർ സിറപ്പ് ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും നമ്മുടെ പുഡിങ്ങിന് പിന്നീട് കഴിക്കുന്ന സമയത്ത് കയ്പ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ചെറിയൊരു ഗോൾഡൻ കളറും കൂടി ആയി വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചൂടിൽ നിന്ന് നമ്മുടെ സിറപ്പ് മാറ്റി വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് കളറായിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ചൂടിൽ നിന്നും മാറ്റി വെക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഞാൻ ഇതിലേക്ക് ബദാമും കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതല്ല ഒരു നട്ട്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതുമാത്രം വെച്ച് നമുക്ക് ചെയ്യാം. നട്ട്സ് ഇല്ല എങ്കിൽ നമുക്ക് നട്ട്സ് ഇല്ലാതെയും ഇത് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ നട്ട്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുഡിംഗ് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് വേഗം വിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷന് വേണ്ടിയുള്ള കാരമലൈസ് ചെയ്ത നട്ട്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയുള്ള സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോസ് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഏത് പുഡിംഗ് റെഡിയാക്കി എടുക്കുകയാണെങ്കിലും മധുരം ഒരല്പം മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് പുഡിംഗ് സെറ്റായി വരുന്ന സമയത്ത് കറക്റ്റ് മധുരമായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 3/4 ലിറ്റർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇതുപോലെ കട്ടയായി വരും. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 8 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പുഡിങ്ങിൻ്റെ സോസിലുള്ള കാരമലൈസ്ഡ് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് നന്നായി മിക്സായി വരുന്നത് വരെ നമുക്കിതുപോലെ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കൊണ്ട് തന്നെ വേഗം തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാതെ തന്നെ ഡയറക്റ്റായി നമ്മുടെ പുഡിംഗ് സോസിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അതിനു മുമ്പായി ചെറിയൊരു പണിയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തെടുത്ത നട്ട്സ് ഇതുപോലെ ബട്ടർ പേപ്പറിൽ നിന്നും പെട്ടെന്ന് വിട്ടിട്ടും. ഇനി ഞാനിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് പുഡിംഗ് സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി നേരത്തെ ക്രഷ് ചെയ്തെടുത്ത കാരമലൈസ് ചെയ്ത നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ പുഡിംഗ് സെറ്റായി വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റായതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ
അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനിത് വല്ലാണ്ടങ്ങ് ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടില്ല. കടിക്കാൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. നമ്മുടെ പുഡിങ്ങിൻ്റെ ചൂടൊക്കെ ആറി പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ നേരത്തെ ബാക്കി വന്ന ക്രഷ്ഡ് നട്ട്സ് കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഓവർനൈറ്റിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ഓവർനൈറ്റിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പുഡിങ് കൂടുതൽ ടൈം ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായി സെറ്റായി നല്ല ടേസ്റ്റി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായി തന്നെ നമ്മുടെ പുഡിങ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പിലുള്ള പുഡിംഗ് ആണ് കേട്ടോ ഇത്. ഈ ഒരു പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.